ഇന്ന് രാവിലെ ഏകദേശം ഒരു 7 മണിയപ്പോൾ തന്നെ ഞാൻ എണ്ണീച്ചു. ഇത് ഞാനുള്ളത് കൊച്ചിയിലാണ് കേട്ടോ, ജോമിച്ചന്റെ വീട്ടിലാണ് ഞാൻ ഉള്ളത്. ഇറങ്ങിയപ്പോടെ ജോമിച്ചൻ അവിടെ മൊബൈൽ നോക്കിയിരിപ്പുണ്ടായിരുന്നു. ജോമിച്ചൻ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് ജോമിച്ചന്റെ പൂച്ചയെ കളിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ പൂച്ച അടിപൊളി ഒരു പൂച്ചയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പേർഷ്യൻ ക്യാറ്റാന്ന് തോന്നുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പേർഷ്യൻ ക്യാറ്റിനൊക്കെ ഇങ്ങനെ കളിപ്പിക്കുന്നത് ഭയങ്കര ഇണക്കമുള്ളൊരു പൂച്ചയായിരുന്നത് കേട്ടോ. എൻ്റെ ഒരു നിഗമനത്തിൽ ജോമിച്ചനാണെങ്കിൽ പൂച്ചയ്ക്ക് ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കാറില്ലെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഒരു വട്ടം ചൊറിഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ ഈ പൂച്ച എൻ്റെ അടുത്ത് മാറുന്നേയില്ല. ഈ പൂച്ചയാണെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നു കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജോമിച്ചനാണെങ്കിൽ ഒരു ചൂണ്ടയും കൊണ്ട് വന്നു. കാരണം ജോമിച്ചൻ്റെ വീട്ടിനുള്ളിൽ തന്നെ ഒരു ചെറിയ കുളമുണ്ട്. അപ്പോൾ അവിടുന്ന് മീൻ പിടിക്കാനാണ്. ഞാൻ ലൈഫിൽ ഇതുവരെ ഞാനാണെങ്കിൽ ചൂണ്ടയിട്ടിട്ടില്ല. ചൂണ്ടയിടുന്നത് ദൂരെ നിന്ന് കണ്ടിട്ടുള്ളതല്ലാതെ ഞാൻ അത് തൊട്ടിട്ട് പോലുമില്ല ചൂണ്ടയിൽ. അങ്ങനെ ജോമിച്ചൻ ചൂണ്ടയിട്ട് മീനെ പിടിക്കാൻ ആരംഭിച്ചു. ഓരോ മീനെയും ജോമിച്ചൻ ചൂണ്ടയിട്ട് പിടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അങ്ങനെ ഞാനും ജോമിച്ചനോട് പറഞ്ഞു എനിക്ക് ചൂണ്ടയിടണമെന്ന്. അങ്ങനെ ഞാനും ചൂണ്ടയിട്ട് 2-3 മീനെയൊക്കെ ഞാനും പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളാണെങ്കിൽ നേരെ കിച്ചണിൽ പോയി ഞങ്ങൾ നേരെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ബർഗറാണ്. അതായത് നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള അടിപൊളി ബർഗറാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. കാരണം ജോമിച്ചന് വേണ്ടി ഗ്രൗണ്ട് ബീഫ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു അടിപൊളി ബർഗർ ഉണ്ടാക്കി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും അടിപൊളി ടേസ്റ്റ് കിട്ടുമെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബർഗർ ഇങ്ങനെ ഉണ്ടാക്കുന്നതും ഇത്ര നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്തോട്ടിറങ്ങി ഞങ്ങൾ നേരെ ഒരു കടയിലോട്ടാണ് പോയത്. അവിടെ പോയിട്ട് ഞങ്ങൾ സ്റ്റീക്ക് കഴിക്കാനാണ് ഇന്ന് മെയിനായിട്ട് വന്നേക്കുന്നത്. സ്റ്റീക്കിന് മുൻപായിട്ട് വയറൊക്കെ ഒന്ന് ഫുള്ളാക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യമേ മേടിച്ചത് 2 ടാക്കോസാണ്. ടാക്കോസ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലായിരുന്നു. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ടാക്കോസാണ് മേടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മൈൽഡായിട്ടുള്ള എരിവും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നല്ല ബീഫിൻ്റെ സ്റ്റീക്ക് മേടിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതും ഞങ്ങളാണെങ്കിൽ മേടിച്ചത് ഏകദേശം റിബേ എന്ന് പറയുന്ന ആ ഒരു പാർട്ടാണ് മേടിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫസ്റ്റ് ടൈം അല്ല സെക്കൻഡ് ടൈമാണ് ഞാൻ ഒരു ബീഫിൻ്റെ സ്റ്റേക്ക് കഴിക്കുന്നത്. പിന്നെ അവർ തന്ന ഒരു സോസ് ഉണ്ടായിരുന്നു. ആ സോസിൽ ഒരു ഗ്രീൻസ് ആ ഒരു ലീഫും കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അതും കൂടെ വെച്ച് കഴിക്കാൻ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ ഇത് കഴിച്ച് ഇന്നത്തെ ദിവസം അങ്ങ് ഫിനിഷ് ആക്കി. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.